പ്രോഡക്റ്റുകൾ വീട്ടിലേക്ക് വാങ്ങിക്കാറുണ്ട്. ബട്ട് നോർമൽ ആയിട്ട് നമ്മൾ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത പ്രോഡക്റ്റുകളാണ് കാണാറുള്ളത്. എന്നാൽ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള സ്പേസ് ഒക്കെ ഒരുപാട് ലാഭിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെ മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് പ്രോഡക്റ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഹലോ ദിസ് ഇസ് ഫവാസ് വാച്ചിങ് അഡോബിക്സ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കിച്ചണിലേക്കും അതുപോലെ നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുന്ന ഒരുപാട് പ്രോഡക്റ്റിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് പാർട്ട് 2 ആണെന്ന് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നാമത്തെ വീഡിയോ നിർബന്ധമായിട്ട് കാണണം. ഒരുപാട് നല്ല പ്രോഡക്റ്റുകൾ അതിലുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കമൻറ്റ് പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. heybuyer.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ് നമ്മളിതെല്ലാം പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്കും അതുപോലെ എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. ആ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. നല്ല യുണീക്ക് ആയിട്ടുള്ള ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മളിത് പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പ്രോഡക്റ്റ് നമ്പർ 1 പ്ലാസ്റ്റിക് സ്പൈസ് 6 ജാർ ഡിസ്പെൻസർ ആണ്. ഈ ഒരു പ്രോഡക്റ്റിൽ എല്ലാ വിധത്തിലുള്ള സ്പൈസസ്, പൗഡേഴ്സ്, ഇൻഗ്രീഡിയൻസ് എല്ലാം വെക്കാൻ സാധിക്കും. അതുപോലെ ട്രാൻസ്പെറൻറ്റ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ എന്ത് പ്രോഡക്റ്റ് ആണുള്ളതെന്ന് നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ചെയ്തിട്ട് ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും. വളരെ ചെറുതാണ്, ഒരുപാട് സ്പേസ് നമുക്ക് ലാഭിക്കാൻ സാധിക്കും. ഈസിയായി ക്വിക്കായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനും സാധിക്കും. ഇതിൻ്റെ പ്രധാന ഉപയോഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൽ നല്ല സ്പേസ് നമുക്ക് ലാഭിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഇൻഗ്രീഡിയൻസ്, പൗഡേഴ്സ് ഒക്കെ നമ്മൾ ഇടുന്ന സമയത്ത് ഒരുപാട് വേസ്റ്റ് ആയി പോകുന്നില്ല. ഇതിൽ ഫില്ല് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇൻഗ്രീഡിയൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ടോപ്പിൽ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ട് തന്നെ എടുക്കാവുന്നതുള്ളൂ. അടുത്തത് ഹാൻഡ് ബ്ലെൻഡർ മിക്സർ. ഇത് എല്ലാം ഈസി ആയിട്ട് മിക്സ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. കഫേ സ്റ്റൈലുള്ള കോഫീസ് നമുക്ക് മേക്ക് ചെയ്യാം. ക്രീംസ്, എഗ്, പൗഡേഴ്സ്, മിൽക്ക് എല്ലാം നമുക്ക് ഈസി ആയിട്ട് തന്നെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. 2AA ബാറ്ററി കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. വളരെ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് ക്യാരി ചെയ്യാനും യൂസ് ചെയ്യാനും വളരെ എളുപ്പമാണ്. മിനി ഫ്ലവർ ഷേപ്പ് സെൽഫോൺ ഹോൾഡർ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്വിക്കായിട്ട് തന്നെ നമുക്ക് എവിടെയും പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഒരു ഫ്ലവർ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് എവിടെയാണോ വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് പ്രസ് ചെയ്യുക, ദെൻ മൊബൈൽ ഫോൺ അങ്ങ് വെച്ച് കൊടുക്കുക. ഇത്രയും കാര്യം ചെയ്യാനുള്ളൂ. 360 ഡിഗ്രി വരെ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ആൾമോസ്റ്റ് എല്ലാ ഫോണുകളും നമുക്കിതിൽ വെക്കാം. അടുത്തത് 5 കമ്പാർട്ട്മെന്റ് ഫ്ലവർ കാൻഡി ബോക്സ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ബോക്സും ഓപ്പൺ ആവും. ഇതിൽ നമുക്ക് ചിപ്സ്, ചെറിയ ചെറിയ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ മിഠായിസ്, പിന്നെ നമുക്ക് ജ്വല്ലറി ഐറ്റംസ്, ഇനിയിപ്പോൾ കിച്ചണിലാണെന്നുണ്ടെങ്കിൽ പൗഡേഴ്സ്, ഇൻഗ്രീഡിയൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ വെക്കാൻ സാധിക്കും. അത് മാത്രമല്ല മുകളിൽ നമുക്ക് മൊബൈൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വെക്കുന്ന സമയത്ത് സ്റ്റാൻഡ് തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. എന്ത് വേണമെങ്കിലും പ്ലേ ചെയ്തിട്ട് നമുക്ക് കാണാവുന്നതാണ്. കിച്ചണിൽ മാത്രമല്ല റൂമിലും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. 3-in-1 മൾട്ടി ഫംഗ്ഷൻ കട്ടിംഗ് ചോപ്പിംഗ് ബോർഡാണ്. ഇത് ജസ്റ്റ് സെൻറ്ററിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പാത്രം മോഡലായി. അതിനുശേഷം ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാസ്ക്കറ്റ് മോഡലായി, ഒരു വലിയൊരു ബാസ്ക്കറ്റ് മോഡലായി. അതുപോലെ നമുക്ക് വേണമെങ്കിൽ സൈഡും കാര്യങ്ങളൊക്കെ പല രീതിയിൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇനി വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ ഇത് പല രൂപത്തിൽ നമുക്ക് ആക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് വാഷ് ചെയ്യാം. ഇനി നമുക്ക് ഇതെല്ലാം ഡ്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡ്രെയിൻ പ്ലഗും നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് അങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള വെള്ളമെല്ലാം ഫാസ്റ്റ് ആയിട്ട് തന്നെ ഒഴുകിപ്പോയിക്കോളും. ചെറിയൊരു പ്രോഡക്റ്റിൽ ഒരുപാട് സ്ഥലം നമുക്ക് ലാഭിക്കാം, ഒരുപാട് ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ബാക്ക് പൗച്ച് സീലർ ക്ലിപ്പ്. മൾട്ടി പർപ്പസിനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. എല്ലാ ടൈപ്പ് സാധനങ്ങളും നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അടച്ചു വെക്കാൻ ഈ ഒരു ക്ലിപ്പ് കൊണ്ട് നമുക്ക് സാധിക്കും. ഫുഡ് ബാഗ്സ്, ചിപ്സ്, സ്നാക്സ് ബാഗ്സ്, ബ്രെഡ്, കോഫി ബാഗ്സ്, അങ്ങനെ പലതരത്തിലുള്ളതും നമുക്ക് ഇതേപോലെ പൊട്ടിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന പ്രോഡക്റ്റിൽ നിന്ന് കുറച്ചൊക്കെ ഡിഫറൻസ് തോന്നിക്കുന്നില്ലേ? നമുക്ക് ഒരുപാട് സ്പേസ് ലാഭിക്കാം, എമൗണ്ട് ലാഭിക്കാം. ഒരേ പ്രോഡക്റ്റ് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതുപോലെ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ വേണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.